തലനരക്കുകയല്ല എൻ്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എൻ്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെൻ്റെ യൗവനം, തലകുനിക്കാത്തതാണെൻ്റെ യൗവനം. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. രാഷ്ട്രീയ കേരളത്തിന്റെ സമരസ്മരണകളിലെ കെടാത്ത നക്ഷത്രം VS അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്നയോർമ്മ. പുന്നപ്രയുടെ സമരനായകനും കമ്മ്യൂണിസ്റ്റുകാരുടെ കണ്ണും കരളുമായ സഖാവ് VS അച്യുതാനന്ദൻ വിടവാങ്ങി. പട്ടം STU ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. സമയഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനിയോർമ്മ. നെറിയുള്ളൊരു നേതാവുണ്ട്, കനിവുള്ളൊരു കരളതുമുണ്ട്, കഴലകലൻ കരളുകൊടുത്തേ വെയിലിൻ പൊള്ളി. കനലെറിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കേരളത്തിന്റെ കണ്ണും കരളുമായിരുന്ന കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അന്തരിച്ചെന്ന വാർത്ത ഒരു കാലഘട്ടത്തിന്റെ സമാപനം കൂടിയാണ്. VSന്റെ മരണത്തോടുകൂടി ചരിത്രത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം അവസാനിക്കുകയാണ്. 105ാമത്തെ വയസ്സിലാണ് സഖാവ് VS നമ്മെ വിട്ടുപിരിയുന്നത്. സഖാവിൻ്റെ ജീവിതചരിത്രം എന്ന് പറയുന്നത് ഈ 105 വർഷവും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളുടേതാണ്. അത് പുതിയ കാലത്തെ സംഘടനാ പ്രവർത്തകർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കുമൊക്കെ വളരെ മാതൃകയാക്കാവുന്ന, വളരെ അനുഭവപാഠമാക്കാവുന്ന ഒരു ജീവിതമാണ് സഖാവിൻ്റേത്. സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകൻ, കർഷക തൊഴിലാളി സംഘടനകളുടെ പ്രവർത്തകൻ, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനി തുടങ്ങി എല്ലാ നിലയിലും അദ്ദേഹത്തിൻ്റെ സമര തീക്ഷണമായിട്ടുള്ള ജീവിതം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. CPIM നേതാവും പാർട്ടി സ്ഥാപകനും അംഗവും കേരള മുൻ മുഖ്യമന്ത്രിയുമായ VS പട്ടം STU ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്തരിച്ചത്. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച ഹൃദയാഘാതത്തെ തുടർന്ന് വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്. ഇന്ന് വൈകിട്ടായിരുന്നു അന്ത്യം. കേരളത്തിലെ പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. 2006-2011 12ാം കേരള നിയമസഭയിൽ കേരളത്തിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS അച്യുതാനന്ദൻ. 1986 മുതൽ 2009 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലും 1964 മുതൽ 2015 വരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്നു. 11ാം കേരള നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്, 12ാം കേരള നിയമസഭയിലെ മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായാണ് VS അച്യുതാനന്ദൻ അറിയപ്പെടുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. 64-ൽ പാർട്ടി പിളരുന്ന സമയത്ത് CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന 32 സഖാക്കളിൽ ഒരാളാണ് സഖാവ് VS. പിന്നീടാണ് CPIM രൂപീകരിക്കപ്പെടുന്നത്. CPIMൻ്റെ രൂപീകരണ ഘട്ടം മുതൽ തന്നെ പാർട്ടിയുടെ നേതാവായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. പിൽക്കാലത്ത് പ്രതിപക്ഷ നേതാവായിട്ടും മുഖ്യമന്ത്രിയായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവാകുമ്പോൾ ഭരണ വിഭാഗത്തിൻ്റെ, ഭരണകക്ഷിയുടെ UDFൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, അഴിമതിക്കെതിരെയൊക്കെ ഏറ്റവും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കാൻ, ബഹുജനങ്ങളെ അണിനിരത്താൻ ഒക്കെ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, ഒരുപാട് വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കർഷക സമരങ്ങളുടെ ഈറ്റില്ലമായ ആലപ്പുഴ ജില്ലയിലെ വേലിക്കകത്ത് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി 1923 ഒക്ടോബർ 20-നായിരുന്നു VS അച്യുതാനന്ദൻ എന്ന വിപ്ലവ സൂര്യന്റെ ജനനം. 1938-ൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി.
തുടർന്ന് പുരോഗമന പ്രസ്ഥാനങ്ങളിലും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലും സജീവമായി. 1940 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള ചുവടുവെപ്പ് നടത്തിയത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ആലപ്പുഴ ജില്ലയിലെ കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലും പങ്കെടുത്തു. സർ CP രാമസ്വാമി അയ്യരുടെ പോലീസിനെതിരെ പുന്നപ്രയിൽ സംഘടിപ്പിച്ച തൊഴിലാളി ക്യാമ്പിന് നേതൃത്വം നൽകിയത് VS എന്ന വിപ്ലവ സൂര്യനായിരുന്നു. 5 വർഷക്കാലം ജയിലിലും കഴിഞ്ഞു. സത്യത്തിൽ VSന്റെ ഒക്കെ പോരാട്ടങ്ങൾ കണ്ടുകൊണ്ടും VSന്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങളുടെയൊക്കെ SFI കാലം കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹം ഏറ്റെടുത്തിട്ടുള്ള സമരങ്ങൾ, അതിലൊക്കെ ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലെയുള്ള എൻ്റെ കാലത്തൊക്കെ ഉള്ള ഇടതുപക്ഷ പ്രവർത്തകർ, SFIക്കാർ, DYFIക്കാരൊക്കെ ആയിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രാഷ്ട്രീയ ഗുരു, ഞങ്ങളുടെയൊക്കെ വഴികാട്ടി എന്നൊക്കെ പറയാൻ പറ്റാവുന്ന ഒരു നേതാവിനെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പാർട്ടിക്കകത്ത് AKGയുടെ പിൻഗാമി എന്നായിരുന്നു VS അച്യുതാനന്ദൻ അറിയപ്പെട്ടിരുന്നത്. പരുക്കനും കർക്കശക്കാരനും വിട്ടുവീഴ്ചയില്ലാത്തവനുമെന്നറിയപ്പെട്ടിരുന്ന ഈ നേതാവ് ജനങ്ങൾക്ക് അഭിമുഖനാകുന്നത് ആശ്ചര്യമായിരുന്നു. അച്യുതാനന്ദനിൽ നല്ലൊരു കമ്മ്യൂണിസ്റ്റുകാരനെ കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന P. കൃഷ്ണപിള്ളയാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർത്താനായി അച്യുതാനന്ദനെ അദ്ദേഹം കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്കിടയിലേക്ക് വിട്ടു. അവിടെ നിന്നും അച്യുതാനന്ദൻ വളർന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലേക്കായിരുന്നു. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുക്കവേ അറസ്റ്റ് വാറന്റിനെ തുടർന്ന് പൂഞ്ഞാറിലേക്ക് ഒളിവിൽ പോയി. പിന്നീട് പോലീസ് അറസ്റ്റിനെ തുടർന്ന് ലോക്കപ്പിൽ ക്രൂരമായ മർദ്ദനത്തിനിരയായി. പിന്നീട് 4 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ. 1992, 1996, 2001, 2006, 2011, 2016 എന്നീ കേരള നിയമസഭകളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. 1998 മുതൽ 2001 വരെ ഇടതുമുന്നണിയുടെ കൺവീനറായും പ്രവർത്തിച്ചു. അദ്ദേഹം ഏറ്റവും സജീവമായി നിൽക്കുകയും ഏറ്റവും ജനകീയമായ രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സ്വീകാര്യതയാണ് കേരളത്തിൻ്റെ പൊതുസമൂഹം സഖാവ് VSന് നൽകിയിട്ടുള്ളത്. VSന്റെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടിയെ വളർത്തുന്നതിൽ CPMനെ ഇന്ന് കാണുന്നത് പോലെ ഉള്ള ഒരു വലിയ പാർട്ടിയായി, ഒരു ബഹുജന പാർട്ടിയായി പാർട്ടിയെ വളർത്തുന്നതിൽ VSന്റെ ഇടപെടലുകളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും പ്രത്യേകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ വേർപാട് പാർട്ടിയെ സംബന്ധിച്ചും കേരളീയ പൊതുസമൂഹത്തെ സംബന്ധിച്ചും വലിയ നഷ്ടമാണ്. 2016 കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിലടക്കം മൊത്തം 7 തവണ VS അച്യുതാനന്ദൻ വിജയിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ രംഗത്ത് ഇത്രയേറെ കാലം പ്രവർത്തിച്ചിട്ടും മുഖ്യമന്ത്രിയാകുന്നതിനു മുൻപ് അച്യുതാനന്ദൻ സംസ്ഥാന മന്ത്രിയായിട്ടില്ല. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിലാണ് VS വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചത്. VS അച്യുതാനന്ദൻ എന്നാൽ ചരിത്രമാണ്. കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. കണ്ണേ കരളെ VS എന്ന ഒറ്റ മുദ്രാവാക്യം മതി സഖാക്കളുടെ നെഞ്ചിലാണ് VS എന്നതിന്റെ തെളിവ്. അണികൾ ആ വിപ്ലവ നക്ഷത്രത്തെ കേരളത്തിന്റെ ഫിഡൽ കാസ്ട്രോ എന്ന് വിളിച്ചു. ആ ആൾക്കൂട്ടമായിരുന്നു, ചുറ്റും കൂടുന്ന പതിനായിരങ്ങളായിരുന്നു എന്നും വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന്റെ ശക്തി. ഒരു നേതൃത്വത്തിനു മുന്നിലും തല കുനിക്കാത്ത, പാർട്ടിക്കകത്തും പുറത്തും നിറഞ്ഞ പോരാട്ട വീര്യം. രാഷ്ട്രീയ നേതാവിൽ നിന്ന് ജനനേതാവിലേക്ക് VS പരിണാമത്തിന് കാലം സാക്ഷി. ന്യൂസ് ഡെസ്ക്, ചാനൽ 10. സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലിയില്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനിതാ ഒരു സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഓഫറുകളും. 2% മുതൽ അഡ്വാൻസ് ബുക്കിംഗോടുകൂടി 2.5% മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി, പൂനെ.